ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയുടെ ക്ലാസ്സാണ്. കെമിസ്ട്രിയുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ക്ലാസ്സും കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ആറ്റം എന്താണെന്നും മോളിക്യൂൾ എന്താണെന്നും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ആറ്റം എന്ന് വെച്ചാൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയേക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണെന്ത്? ആറ്റം. പിന്നെന്താണ്? ഈ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? മോളിക്യൂൾ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും. ഇപ്പോൾ നമ്മൾ വാട്ടർ എടുക്കുക. വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? H2O ഇല്ലേ? അപ്പോൾ അവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായേക്കുന്നത്? വാട്ടർ ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. എത്ര ഓക്സിജൻ ഉണ്ട്? 1 ഓക്സിജൻ. ഈ ഹൈഡ്രജൻ മാത്രം നമ്മൾ പറയുന്നതാണ് എന്ത്? ആറ്റം. എന്താണ്? ആറ്റം. ഇവിടെ 2 ഹൈഡ്രജൻ ഇല്ലേ? അപ്പം 1 ഹൈഡ്രജനും 1 ഹൈഡ്രജൻ. അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതെന്താണ്? മോളിക്യൂളാണ്. മനസ്സിലായില്ലേ? ആറ്റങ്ങൾ കൂടി ചേർന്ന് എന്തുണ്ടാവും? മോളിക്യൂൾ ഉണ്ടാവും. ഹൈഡ്രജനും 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ഓക്സിജൻ മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആറ്റമാണ് ഇല്ലേ? ഇവർ കമ്പൈൻ ചെയ്തപ്പോൾ എന്തുണ്ടായി? മോളിക്യൂൾ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എന്തുണ്ടായി? ഒരു കോമ്പൗണ്ട് ഉണ്ടായി. ആ കോമ്പൗണ്ട് ഏതാണ്? വാട്ടർ, H2O. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. കാരണം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. അപ്പം അത് ആറ്റം എന്താണെന്ന് ഒരു ഊഹമില്ലാതെ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ആറ്റത്തിൻ്റെ ഒരു ഐഡിയ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോവുക. ആറ്റത്തെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പോൾ ഇക്കാര്യം എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. അടുത്തയായിട്ട് ഇനി റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ തോംസൺ പഠിച്ചു കഴിഞ്ഞു, റൂദർഫോർഡ് ഉണ്ട്, ഇനി ബോറും ഉണ്ട് പഠിക്കാൻ. നമ്മൾ പറഞ്ഞായിരുന്നു 3 പേരുടെ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ റൂദർഫോർഡിനെ നോക്കി. റൂദർഫോർഡ് കണ്ടക്ട് ചെയ്ത ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. ആറ്റത്തിനെ കണ്ടുപിടിക്കാൻ വേണ്ടി, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി റൂദർഫോർഡ് നടത്തിയ എക്സ്പെരിമെൻറ്റിനെ പറയുന്നതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. നോക്കാം അദ്ദേഹം എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു തരാം. ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു. ആ ചിത്രം ഫിഗർ 1.6 കാണിച്ചേക്കുന്ന കൂട്ട് ആ നടുക്ക് വെച്ചേക്കുന്ന ഒരു തിന്നായിട്ട്, വളരെ തിന്നായിട്ട് കട്ടി കുറഞ്ഞ നേർത്ത ഒരു ഗോൾഡ് ഫോയിൽ എടുത്തിട്ട് അതിലേക്ക് ആൽഫ പാർട്ടിക്കിളാണ് കടത്തിവിടുന്നത്. ആൽഫ പാർട്ടിക്കിളിൻ്റെ പ്രത്യേകത, ആൽഫ പാർട്ടിക്കിൾ ഏത് ചാർജാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണേ. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചു. ജസ്റ്റ് അവിടെ ഓർത്തിരിക്കുക ഈ ഒരു ഫിഗർ. ഇനി നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. In 1911, under the leadership of Ernest Rutherford, Hans Geiger and Ernest Marsden conducted experiments by bombarding alpha rays on a very thin gold foil. എന്താണ് പറയുന്നത്? 1911, ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാരും കൂടെ ഉണ്ട്? ഹാൻസ് ഗിഗർ, ഏണസ്റ്റ് മാഴ്സ്ഡൻ. ഇവരുടെ പേരവിടെ ഓർത്തിരുന്നാൽ മതി. നമുക്ക് വേണ്ട ആൾ ഏണസ്റ്റ് റൂദർഫോർഡാണ്. അപ്പോൾ ഇവരും മറ്റവരുടെ സഹായത്തോടു കൂടി എന്ത് സംഘടിപ്പിച്ചു? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് സംഘടിപ്പിച്ചു. എന്നിട്ട് ആ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ എന്താണ് നടക്കുന്നത്? ഒരു തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിലേക്ക് ആൽഫ പാർട്ടിക്കിൾസിനെ കടത്തിവിട്ടു. ദീസ് എക്സ്പെരിമെൻറ്റ് ഹെൽപ്ഡ് ഇൻ ബ്രിങ്ങിങ് മോർ ക്ലാരിറ്റി അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. ഈ ഒരു പരീക്ഷണം ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഒരുപാട് ക്ലാരിറ്റി കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആറ്റം എന്താണെന്നോ സ്ട്രക്ചർ എന്താണെന്നോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യങ്ങളായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതുകൂട്ട് റൂദർഫോർഡ് ആറ്റം മോഡൽ നല്ല ക്ലാരിറ്റി നൽകി എന്നാണ് പറയുന്നത്. റൂദർഫോർഡ് bombarded a thin gold foil with the alpha rays which originated from radioactive substance and tried to find out the deflection that occurred in their path. എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ ആൽഫ പാർട്ടിക്കിൾസ്, ആൽഫ റേസ് പോകുമ്പം അതിൻ്റെ പാതയ്ക്കുള്ള ഉണ്ടാവുന്ന വ്യതിയാനം വെച്ചിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചത്. The alpha particles which passed through the gold foil were made to strike on the photographic film arranged around it. എന്നിട്ട് ആ ആൽഫ പാർട്ടിക്കിൾസ് പോകുന്നതിൻ്റെ ചുറ്റിനും ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം അറേഞ്ച് ചെയ്തു. ഇവിടെ തന്നേക്കുന്ന കൂട്ടെ
ഹി മെയ്ഡ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ ഫിഗർ 1.6. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കടത്തിവിട്ട് അപ്പം ഈ ഒരു പരീക്ഷണം നടത്തിയപ്പം അദ്ദേഹം കണ്ട കാര്യങ്ങളാണ് താഴെ പറഞ്ഞേക്കുന്നത്. ആ ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറേ ആൽഫ പാർട്ടിക്കിൾസ് ആ ഗോൾഡ് ഫോയിൽ കടന്ന് അപ്പുറത്ത് പോയിട്ടുണ്ട്, ഗോൾഡ് ഫോയിലൂടെ അപ്പുറത്ത് പോയിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ എന്തെടുത്ത് നോക്കിയേ, ചിലർ മാത്രം കൂടുതലും കടന്നു പോയേക്കുകയാണ്, ചിലരൊക്കെ മാത്രം അത് റിപ്പൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇല്ലേ. പക്ഷെ ചിലർ വന്ന പാതയിൽ തന്നെ തിരിച്ചു പോകുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ അദ്ദേഹവും കണ്ടത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. എന്താണ് പറഞ്ഞേക്കുന്നത്? പാതയ്ക്ക് വ്യതിയാനമൊന്നും വരാതെ തന്നെ ആ ഗോൾഡ് ഫോയിലൂടെ തന്നെ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ, കൂടുതൽ ആൽഫ പാർട്ടിക്കിളും കടന്നു പോയിട്ടുണ്ട്. സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഫ്രം ദി സ്ട്രേറ്റ് ലൈൻ വെൻ ദേ ഹിറ്റ് ദി ഗോൾഡ് ഫോയിൽ. എന്താണ് പറയുന്നത്? ചിലത് മാത്രം, ചില ആൽഫ പാർട്ടിക്കിൾസ് ചെന്ന് ഗോൾഡ് ഫോയിലിൽ അടിച്ചിട്ട് ചെറിയൊരു ആംഗിളിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതായിട്ടും കണ്ടു. അടുത്തത് എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്. എന്ന് വെച്ചാൽ ചിലത് മാത്രം, വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം ചെന്നിടിച്ച് തിരിച്ചു പോന്നു, വന്ന പാതയിൽ തന്നെ തിരിച്ചു പോന്നു എന്നാണ് കാണുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഒബ്സർവ് ചെയ്തപ്പം മനസ്സിലാക്കിയത്. ഇനി ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹം അപ്പം അതിങ്ങനെ തിരിച്ചു പോകാൻ കാരണം എന്തോ ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക്, അസംഷനിലേക്ക് എത്താൻ പോവുകയാണ്. നോക്കി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അതിലൂടെ മനസ്സിലാക്കിയത്. ഇങ്ങനെയൊക്കെ പോകണമെങ്കിൽ, ഇങ്ങനെയൊക്കെ ഇപ്പം അവിടെ കൂടെ കടന്ന് പോകണമെങ്കിൽ ഒരു കാരണം കാണും, അത് ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ കാരണം കാണും, തിരിച്ചു വരണമെങ്കിൽ അതേ പാതയിൽ തന്നെ തിരിച്ചു വരണമെങ്കിൽ ഒരു കാരണം കാണും. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, majority of the alpha particles passed through the foil undeflected since most part of the atom was empty. എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ കണ്ടായിരുന്നു കൂടുതൽ ആൽഫ പാർട്ടിക്കിളും ആ ഗോൾഡ് ഫോയിലൂടെ കടന്നു പോയത് അല്ലാതെ സ്റ്റക്കായിട്ടോ തിരിച്ചു വരികയൊന്നുമല്ല, അതും ചെയ്തു, പക്ഷെ കൂടുതലും കടന്നു പോയത്. അപ്പം നമുക്ക് മനസ്സിലായി ആ ഒരു ആറ്റത്തിനുള്ളിൽ കൂടുതൽ ഭാഗവും എം ടി ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എം ടി. അതുകൊണ്ടാണ് അത് അപ്പുറത്തേക്ക് പോയത്. അല്ലെങ്കിൽ അവിടെ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിക്ക ആൽഫ പാർട്ടിക്കിളും അപ്പുറത്തേക്ക് പോകില്ലായിരുന്നു. അടുത്തത്, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് by a small angle due to the repulsion caused when they passed by the positively charged region inside the atom. എന്താണ് പറയുന്നത്? അതിൽ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ, കുറച്ച് മാത്രമേ ഉള്ളൂ, അതൊരു ചെറിയ ആംഗിളിൽ റിപ്പൽ ചെയ്ത് ഗോൾഡ് ഫോയിലിൻ്റെ സൈഡിലേക്കൊക്കെ പോയതായിട്ട് നമ്മൾ കണ്ടു. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിക്കുമ്പം നമുക്ക് മനസ്സിലാവും, ഈ ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണ്. അപ്പം ഇത് റിപ്പൽ ചെയ്ത് പോകണമെങ്കിൽ, ആ ഗോൾഡ് ഫോയിൽ തട്ടി റിപ്പൽ ചെയ്ത് കുറച്ച് ആൽഫ പാർട്ടിക്കിൾ പോകണമെങ്കിൽ അവിടെ എന്തോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. പോസിറ്റീവ് ചാർജ് ആറ്റത്തിനുള്ളിൽ ഉണ്ടായതുകൊണ്ടാണ് ചില ആൽഫ പാർട്ടിക്കിൾ തട്ടി റിപ്പൽഷൻ സംഭവിച്ചത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് പോയിന്റ്, ആറ്റത്തിനുള്ളിൽ കുറച്ച് ഭാഗം എം ടി ആണ്, കൂടുതൽ ഭാഗവും എം ടി ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെയോ ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജായിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ റിപ്പൽ ചെയ്തത്. മനസ്സിലായില്ലേ? അടുത്തത്, ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് in a very small volume at the center of the atom. This center extremely small when compared to the size of the atom. എന്ന് വെച്ചാൽ ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് മൊത്തം പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ്. ഒരു ചെറിയ വോളിയത്തിൽ ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് പോസിറ്റീവ് ചാർജ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഈ സെൻറ്റർ ഭാഗം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ സൈസിനേക്കാൾ വളരെ ചെറുതാണ്. കമ്പയർ ചെയ്ത് നോക്കുമ്പം ആറ്റത്തിൻ്റെ സൈസിനേക്കാൾ വളരെ ചെറുതാണ് ആ സെൻറ്റർ ഭാഗം. ഇത്രയാണ് അതിലൂടെ പറഞ്ഞേക്കുന്നത്. ദ ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ബൗൺസ്ഡ് ബാക്ക് were those that were directed to this center. He called this center nucleus എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ കണ്ടായിരുന്നു ചില ആൽഫ പാർട്ടിക്കിൾസ് മാത്രം അതിൽ തട്ടി ഗോൾഡ് ഫോയിൽ തട്ടിയിട്ട് അതേ പാതയിൽ തന്നെ തിരിച്ചു വരുന്നതായിട്ട് കണ്ടു. ആ ഒരു സെൻറ്ററിനെ, ആറ്റത്തിൻ്റെ ആ ഒരു കേന്ദ്രത്തിനെ അദ്ദേഹം വിളിച്ചു ന്യൂക്ലിയസ് എന്ന്. മനസ്സിലായോ? അപ്പം ന്യൂക്ലിയസിൻ്റെ കണ്ടുപിടുത്തം നടത്തിയേക്കുവാണ് ആര്? റൂദർഫോർഡ്. നോക്കിക്കേ, നമ്മൾ ആദ്യം ഇലക്ട്രോൺ കണ്ടുപിടിച്ചു,
പ്രോട്ടോൺ കണ്ടുപിടിച്ചു. ഇപ്പോൾ ദാണ്ട് ന്യൂക്ലിയസ് നമ്മുടെ റൂദർഫോർഡ് കണ്ടുപിടിച്ചേക്കുകയാണ്. അപ്പം ന്യൂക്ലിയസ് എവിടെ കാണുന്നത്? ആറ്റത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത്. മനസ്സിലായില്ലേ ഇത്രയും കാര്യങ്ങൾ? എന്തൊക്കെയാണ് പറഞ്ഞത്? ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും എംപ്റ്റി ആണ്, ശൂന്യതയാണെന്ന് മനസ്സിലാക്കി. പിന്നെന്താണ് അദ്ദേഹം പറഞ്ഞത്? ആറ്റത്തിൽ എവിടെയോ പോസിറ്റീവ് ചാർജുകളുണ്ട്. അതെവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ സെൻട്രൽ ഭാഗത്താണ്. ആ ഒരു സെൻട്രൽ ഭാഗത്തെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിലൂടെ കണ്ടെത്തിയത്. ഇനി ഇതെല്ലാം നമുക്ക് ബ്രീഫായിട്ട് പറയാം. നോക്കി, റൂദർഫോർഡ് ആറ്റം മോഡൽ ക്യാൻ ബി ബ്രീഫ്ഡ് ആസ് ഫോളോസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഈ രീതിയിൽ തന്നെ നിങ്ങളോട് എഴുതാൻ ചോദിക്കും. പഠിച്ചു വെച്ചോ. ആറ്റം ഹാസ് എ സെൻറ്റർ കാൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിനൊരു സെൻറ്റർ ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ സെൻട്രൽ ഭാഗം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ദ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആറ്റത്തിനെ വെച്ച് നോക്കുമ്പം വളരെ ചെറുതാണ്. ആറ്റത്തിൻ്റെ സൈസിനേക്കാൾ വളരെ ചെറുതാണ് സെൻട്രൽ ഭാഗമായിട്ടുള്ള ന്യൂക്ലിയസ്. പിന്നെയോ, ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ മൊത്തം പോസിറ്റീവ് ചാർജും പിന്നെന്താണ് ആകെ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആറ്റത്തിൻ്റെ ആകെ മാസും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സെൻട്രൽ ഭാഗമായിട്ടുള്ള ന്യൂക്ലിയസിലാണ്. മനസ്സിലായില്ലേ? പിന്നെ പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവ്സ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്സ് ഓർ ഓർബിറ്റ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സ്പീഡിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? സർക്കുലർ പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റിലൂടെയാണ് ഇലക്ട്രോൺസ് ഇങ്ങനെ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ആ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. മലയാളത്തിൽ നിങ്ങളെല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇപ്പം മനസ്സിലാക്കി പഠിക്കാമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും. റൂദർഫോർഡിൻ്റെ എന്തായാലും ചോദിക്കും. അപ്പം പഠിക്കുക. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ നമ്മൾ പറയുന്നതാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആൻ ആറ്റം. എന്താണ് പ്ലാനറ്ററി മോഡൽ? അപ്പം ഓർത്ത് വെക്കുക, എക്സ്പെരിമെൻറ്റ് ഗോൾഡ് ഫോയിലായിരുന്നു. മോഡലിൻ്റെ പേര് ചോദിച്ചാൽ പ്ലാനറ്ററി മോഡൽ. മനസ്സിലായില്ലേ? തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡൽ. അപ്പം റൂദർഫോർഡിൻ്റെ ഏതാണ്? പ്ലാനറ്ററി മോഡൽ. എക്സ്പെരിമെൻറ്റ് ചോദിച്ചാൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് റൂദർഫോർഡിൻ്റെ ലിമിറ്റേഷൻസ്. ഇവിടം കൊണ്ട് സക്സസ് ആയിട്ടില്ല. റൂദർഫോർഡിൻ്റെ ഈ മോഡലിനും കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു. നമ്മൾ തോംസൻ്റെ പരാജയപ്പെട്ടില്ലേ, അതുകൂട്ട് റൂദർഫോർഡിൻ്റെ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Limitations of Rutherford's atom model. നോക്കി, according to the electromagnetic theory, a charged body in motion should continuously emit energy. Hence, negatively charged electrons revolving around the nucleus should continuously lose energy and collapse into the nucleus. എന്താണ് പറഞ്ഞേക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. അത് പ്രകാരം ചാർജ്ഡ് ബോഡി മോഷനിലാവുമ്പോൾ, ഒരു ചാർജുള്ള ബോഡി അത് ചലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്യും, എനർജി പുറത്തു വരും. മനസ്സിലായില്ലേ? ഇപ്പം ഇവിടെ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് ബോഡിയാണ് അല്ലേ? അതിങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞു ഇല്ലേ? അപ്പം അതിൽ നിന്ന് എന്ത് സംഭവിക്കണം? ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം ചാർജ്ഡ് ബോഡി മോഷനിലാവുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി എമിറ്റ് ചെയ്യപ്പെടണം. അങ്ങനെ എനർജി എമിറ്റ് ചെയ്തപ്പെട്ടാൽ ഒന്നുമില്ല, ഇവിടെ എനർജി എമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഓടുക അല്ലാന്ന് വിചാരിക്കാം. നമ്മൾ ഓടുമ്പോൾ എന്ത് സംഭവിക്കും? കുറേ നേരം ഓടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തില്ലേ, നമ്മൾ കുഴയത്തില്ലേ? അതുകൂട്ട് ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ മോഷനിലാകുമ്പോൾ അതിൻ്റെ എനർജി നഷ്ടപ്പെട്ട് എന്ത് സംഭവിക്കണം? അങ്ങനെ നടുക്കുള്ള നമ്മുടെ സെൻറ്ററിലുള്ള ന്യൂക്ലിയസുമായിട്ട് കൊളാപ്സ് ചെയ്യണം. അതാണ് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പക്ഷേ ദിസ് ഡസ് നോട്ട് ഹാപ്പൻ. പക്ഷേ ഇത് സംഭവിക്കുന്നില്ല. ആറ്റത്തിൻ്റെ കേസിൽ ഇത് നടക്കുന്നില്ല. Therefore, Rutherford atom model failed to explain the stability of an atom. എന്താണ് പറയുന്നത്? അതുകൊണ്ട് തന്നെ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ ഫെയിലായിപ്പോയി. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല? അങ്ങനൊരു ഓർബിറ്റിലൂടെ അല്ലെങ്കിൽ സർക്കുലർ പാത്തിലൂടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയസിന് ചുറ്റും റൂദർഫോർഡ് നേരത്തെ കണ്ടെത്തി. പക്ഷേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം അത് തെറ്റാണ്. അങ്ങനെ നടന്നാൽ
അങ്ങനെ റൂദർഫോർഡ് പറയുന്ന കൂട്ട് അങ്ങനെ നടന്നാൽ എന്ത് സംഭവിക്കണം? ലാസ്റ്റ് ഈ ഇലക്ട്രോണിൻ്റെ എനർജി എല്ലാം എമിറ്റായിട്ട് ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ചെയ്യണം. അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മോഡലും ഫെയിലായിപ്പോയത്. ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ ആൾ വരുന്നത്. ആരാണ്? നീൽസ് ബോർ ആറ്റം മോഡൽ. നമ്മൾ 3 പേരുണ്ടായിരുന്നു. 3 പേർ ആറ്റം മോഡൽ പഠിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യം തോംസണിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ, പിന്നെ റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ, ഇതിപ്പോൾ ലാസ്റ്റായിട്ട് ബോറിൻ്റെ ആറ്റം മോഡലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കി, അദ്ദേഹത്തിൻ്റെ മോഡൽ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നതെന്നാണ് ഇവിടെ തന്നേക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മോഡൽ വിജയിച്ചിട്ടുണ്ട്. To overcome the limitations of Rutherford atom model, the Danish scientist Niels Bohr proposed his atom model in 1913. എന്താണ് പറയുന്നത്? റൂദർഫോർഡിൻ്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടി 1913 നമ്മുടെ ഡാനിഷ് സയൻറ്റിസ്റ്റായ നീൽസ് ബോർ അദ്ദേഹത്തിൻ്റെ ആറ്റം മോഡൽ കൊണ്ടുവന്നു. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ദ മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഓക്കെ, ഫസ്റ്റായിട്ട് പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്. എന്താണ് പറയുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മൾ റൂദർഫോർഡ് പറഞ്ഞായിരുന്നു ഇല്ലേ? അതുകൂട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരു ഫിക്സഡ് ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആശയം പറഞ്ഞു തന്നിട്ട് അദ്ദേഹത്തിൻ്റെ മോഡൽ അവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞേക്കുന്നത് വെച്ചിട്ട് അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത് ഫിക്സഡ് ഓർബിറ്റിലാണ്. അടുത്തത് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി, സോ ഓർബിറ്റ്സ് ആർ ആൾസോ നോൺ ആസ് എനർജി ലെവൽസ്. അപ്പം ഇലക്ട്രോൺസിന് കറങ്ങാൻ പ്രത്യേകം ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓരോ ഓർബിറ്റ്സും, ഒരു ഓർബിറ്റല്ല ഒരുപാട് ഓർബിറ്റുകളുണ്ട്. അപ്പോൾ ആ ഓരോ ഓർബിറ്റിനും നിശ്ചിത എനർജികളുണ്ട്, ഫിക്സഡ് എനർജികളുണ്ട്. അതുകൊണ്ട് എനർജി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓർബിറ്റ്സിനെ പറയുന്നതാണ് എനർജി ലെവൽസ് എന്ന്. അത്രയൊക്കെയാണോ? അപ്പോൾ ആദ്യം പറഞ്ഞു ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് ഓർബിറ്റ്സിൽ കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ആ ഓരോ ഓർബിറ്റിനും നിശ്ചിത എനർജി ഉണ്ട്. അതുകൊണ്ട് ഓർബിറ്റ്സിനെ നമുക്ക് വിളിക്കാം എനർജി ലെവൽസ് എന്ന്. അടുത്തതായിട്ട് long as the electrons revolve in a particular orbit, their energy does not change. So the orbits are known as സ്റ്റേഷണറി എനർജി ലെവൽസ്. എന്താണ് പറയുന്നത്? ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത് ഒരു നിശ്ചിത ഓർബിറ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിന് എനർജി നഷ്ടപ്പെടുന്നില്ല. നേരത്തെ റൂദർഫോർഡിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഫെയിലായി പോയത്. അപ്പം നിശ്ചിത ഓർബിറ്റിലൂടെ ആയതുകൊണ്ട് അതിന് എനർജി നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഓർബിറ്റ്സ് ആർ സ്റ്റേഷണറി എനർജി ലെവൽസ്. സ്ഥിര എനർജി ഊർജ നിലയങ്ങളാണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് ദ എനർജി ഓഫ് ദി ഓർബിറ്റ് ഇൻക്രീസ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. എന്താണ് പറയുന്നത്? ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഓർബിറ്റിൻ്റെ എനർജി കൂടുന്നുണ്ട്. ഇപ്പം ന്യൂക്ലിയസിൻ്റെ അടുത്തിരിക്കുന്ന ഓർബിറ്റിന്, ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന ഏറ്റവും അടുത്തിരിക്കുന്ന ഓർബിറ്റിന് എന്താണ് എനർജി കുറവായിരിക്കും. കുറച്ചുകൂടെ ഓർബിറ്റുമായിട്ട് അകന്നിരിക്കുകയാണെങ്കിൽ അയാൾക്കായിരിക്കും എനർജി കൂടുതൽ. അങ്ങനെ ന്യൂക്ലിയസുമായിട്ട് അകലും തോറും ഓർബിറ്റൽസിൻ്റെ എനർജി കൂടും. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്ന ആൾക്കായിരിക്കും എനർജി കുറവ്. കൂടും തോറും ഡിസ്റ്റൻസ് കൂടും തോറും ഓർബിറ്റിന് അതിൻ്റെ എനർജി കൂടുന്നു. മനസ്സിലായില്ലേ? ആ ഡയഗ്രാം പറഞ്ഞു തരുമ്പോൾ എല്ലാം ഓക്കെ ആവും. ഓക്കെ, അടുത്തത് എനർജി ഈസ് എമിറ്റഡ് വെൻ ദി ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി. എന്താണ് പറയുന്നത്? എനർജി എമിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് ഇലക്ട്രോണ്? അത് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് പോകുമ്പോഴാണ്. അപ്പോഴേ എന്ത് സംഭവിക്കത്തുള്ളൂ? എനർജി എമിറ്റ് ചെയ്യത്തുള്ളൂ. ഹൈ എനർജി ഉള്ള സ്ഥലത്തുനിന്ന് ലോ എനർജി ഉള്ള ഓർബിറ്റലിലേക്ക് പോകുമ്പോൾ മാത്രമേ അതിൻ്റെ എനർജി നഷ്ടമാകത്തുള്ളൂ. എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ് ഓഫ് ലോവർ എനർജി ടു ഓർബിറ്റ് ഓഫ് ഹയർ എനർജി.
എന്താണ്, ഊർജം കുറവുള്ള ഓർബിറ്റുകളിൽ നിന്നും കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജത്തെ എന്ത് കൊടുക്കും? അബ്സോർബ് ചെയ്യും, അതിനെ ഊർജത്തെ നേടിയെടുക്കും, അതാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, കൂടിയ എനർജി ലെവലിൽ നിന്ന് കുറഞ്ഞ എനർജി ലെവലിലേക്ക് പോകുമ്പം എനർജി നഷ്ടപ്പെടുന്നുണ്ട്, എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറഞ്ഞിടത്തു നിന്ന് കൂടിയതിലേക്ക് പോകുമ്പം എനർജി അവർക്ക് ആഗിരണം ചെയ്യാനും പറ്റുന്നുണ്ട്. ലാസ്റ്റ് കൺസെപ്റ്റ്, ഓർബിറ്റ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഗിവിങ് നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓർബിറ്റ്സിന് നമുക്ക് കുറേ ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഓർബിറ്റ്സിന് നമുക്ക് നമ്പേഴ്സ് കൊടുക്കാം. 1, 2, 3, 4, 5 എന്ന് കൊടുക്കാം. അങ്ങനെ എത്ര ഓർബിറ്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഓർഡറിൽ നമ്പർ കൊടുക്കാം. അല്ലാതെ നമുക്ക് KLM എന്നും പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യും. നോക്കാം, ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ആശയങ്ങൾ പഠിക്കണം. ബോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂദർഫോർഡ് ആയാലും തോംസൺ ആയാലും ഇവരുടെ എല്ലാം ഫെയിലായി പോയെന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ പഠിക്കാൻ നോക്കുമ്പോഴായാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴായാലും നമ്മൾ ആദ്യമൊക്കെ പരാജയപ്പെടും ഇല്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പിന്നെയും അതിലേക്ക് എത്താൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. തോംസൺ ആദ്യമേ ഇറങ്ങി ഓരോ ചെറിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ആ ആശയങ്ങൾ വെച്ച് റൂദർഫോർഡ് ഇറങ്ങി. റൂദർഫോർഡ് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ലാസ്റ്റ് ബോർ വന്നിട്ട് ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ആറ്റം മോഡൽ അദ്ദേഹം കൊണ്ടുവന്നു അല്ലേ? അപ്പം ഇവരുടെ എല്ലാ എഫേർട്ട് ഇതിലുണ്ട്. ഒരാൾ മാത്രമല്ല അതിൽ എഫേർട്ട് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളും പരിശ്രമിക്കുക. അപ്പം നമുക്ക് ഇത്രയും ആശയങ്ങൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീനിങ് മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിനി ഡയഗ്രാം വെച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാം. ഫിഗർ 1.7 നോക്കി. ഇതാണ് ബോറിൻ്റെ കൺസെപ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞ ആറ്റത്തിൻ്റെ മോഡൽ. ശ്രദ്ധിച്ചേ, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളും ഇതിലുണ്ട്. ആ ഒരു ഫിഗറിൽ സെൻറ്ററിൽ കാണുന്നതാണ് എന്ത്? ആ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജെല്ലാം സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. നോക്കിയാൽ മതി, ആ റെഡ് കളറിൽ കൊടുത്തേക്കുന്നത് പോസിറ്റീവ് സൈനാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ സെൻറ്ററിൽ പോസിറ്റീവ് ചാർജാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചുറ്റിനും ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാനായിട്ട് എന്തുണ്ട്? ഓർബിറ്റ്സ് ഉണ്ട്. ഒരു ഓർബിറ്റ്സ് അല്ല, നമ്മുടെ KLMN എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തേക്കുന്ന ഓർബിറ്റ്സ് കണ്ടില്ലേ? അപ്പം ഓർബിറ്റ്സിന് നമ്മൾ എന്തെന്നും പറയും? ഷെല്ലെന്നും പറയാം, ഓർബിറ്റ്സ് എന്നും പറയാം. അതിലൂടെയാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ആരാണ്? ന്യൂക്ലിയസ് ആണ് ഇരിക്കുന്നത്. ന്യൂക്ലിയസും കൂടാതെ പ്രോട്ടോണും ന്യൂക്ലിയസും സെൻട്രലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അതും മനസ്സിലാക്കി വെക്കാം. പിന്നെന്താണ് പറയുന്നത്? പറഞ്ഞു ഈ ഓരോ ഓർബിറ്റിനും നിശ്ചിത എനർജി ലെവൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും സ്റ്റേഷനറി എനർജി ലെവലാണെന്ത്? ഓർബിറ്റ്സ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഓർമ്മയുണ്ടോ? ഇൻ ദി സ്റ്റഡീസ് ദാറ്റ് ഫോളോഡ് ഓർബിറ്റ്സ് വെയർ ആൾസോ കാൾഡ് ഷെൽസ്. അപ്പോൾ ഈ ഒരു സ്റ്റഡിയിലൂടെ നമുക്ക് പറയാം എന്ത്? ഓർബിറ്റ്സിനെ ഷെൽസ് എന്നും പറയാം. എനർജി ലെവൽസ് 1, 2, 3, 4 എക്സെട്ര ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഷെൽസ് KLMN എക്സെട്ര റെസ്പെക്റ്റീവ്ലി. ഫിഗർ 1.7. ഈ ഫിഗറിൽ തന്നേക്കുന്ന കൂട്ട് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഓർബിറ്റ്സിന് 1, 2, 3, 4 എന്നും പറഞ്ഞ് അങ്ങനെ പേര് കൊടുക്കാം. അല്ലാതെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? KLMN പറഞ്ഞും കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. സം പ്രോപ്പർട്ടീസ് ഓഫ് ദി സബറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ ഗിവൺ in table 1.2. Complete the following table and record it to your science diary. താഴെ സബറ്റോമിക് പാർട്ടിക്കിളിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ സബറ്റോമിക് പാർട്ടിക്കിൾ ആരൊക്കെയായിരുന്നു? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അവരുടെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അത് ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയേ. ടേബിൾ 1.2 ഇവിടെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഈ സബറ്റോമിക് പാർട്ടിക്കിളിൻ്റെ എല്ലാം ആറ്റത്തിൽ എവിടെയാണ് ഇതിൻ്റെ പൊസിഷൻ എന്ന് നമ്മൾ കണ്ടെത്തണം. പിന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ചാർജ്, ഏത് ചാർജാണ് ഇതിനുള്ളതെന്ന് കണ്ടെത്തണം. ഇതിൻ്റെ മാസ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, അത് നോക്കണം. പിന്നെ മാസ് ഇൻ പ്രാക്ടിക്കൽ യൂസ്, നമ്മൾ പ്രാക്ടിക്കൽ ഓരോ കണക്കൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഇതിൻ്റെ മാസ് എടുത്തേക്കുന്നത്, അതും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പ്രോട്ടോൺ ഫസ്റ്റ് തന്നിരിക്കുന്നത് പ്രോട്ടോൺ ആണ്. പൊസിഷൻ ഇൻ ആറ്റം, പ്രോട്ടോൺ
ആറ്റത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? നേരത്തെ കണ്ടായിരുന്നു. പോസിറ്റീവ് ചാർജാണ് പ്രോട്ടോണിന്. പോസിറ്റീവ് ചാർജ് അതിൻ്റെ ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ എവിടെയാണ്? സെൻട്രൽ ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ ഇരിക്കുന്നത്. ന്യൂക്ലിയസിലാണ് ആരുടെ പൊസിഷൻ? പ്രോട്ടോണിൻ്റെ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്തുവാ? പ്രോട്ടോൺ പോസിറ്റീവ്. പോസിറ്റീവ് ചാർജാണ് ആർക്ക്? പ്രോട്ടോണിന്. പിന്നെ മാസ് തന്നിട്ടുണ്ട്. പ്രോട്ടോണിൻ്റെ മാസ് 1.00727 യു. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ മാസ് പറയുന്നത് നമ്മൾ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് യു എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പം അത്രയാണ് പ്രോട്ടോണിൻ്റെ മാസ്. നിങ്ങളത് ഇരുന്ന് കാണാതെ പഠിക്കേണ്ട, അത് ആ രീതിയിൽ ചോദിക്കത്തില്ല. മാസ് ഇൻ പ്രാക്ടിക്കൽ യൂസ്. പ്രാക്ടിക്കൽ നമ്മൾ കണക്കൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് 1 യു എന്നാണ് യൂസ് ചെയ്യുന്നത്. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. നമ്മളത് റൗണ്ട് ചെയ്ത് 1 എന്ന് എടുത്താൽ മതി പ്രോട്ടോണിൻ്റെ മാസ്. ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരുന്നു? ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റ് അഥവാ ഷെല്ലിലൂടെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെല്ലിലാണ് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ. അപ്പം ഇനി നമ്മൾ നോക്കേണ്ടത് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? പ്രോട്ടോൺ പോസിറ്റീവും ഇലക്ട്രോൺ നെഗറ്റീവും ആണ്. കിട്ടിയല്ലോ? ഇലക്ട്രോൺ നെഗറ്റീവ്. അവിടെ മാസ് തന്നിട്ടുണ്ട് 0.000548 യു എന്ന് വെച്ചാൽ യൂണിഫൈഡ് മാസ് യൂണിറ്റ്. അത്രയും മാസ്സാണ് ആർക്ക്? ഇലക്ട്രോണിന്. അത് നമ്മൾ റൗണ്ട് ചെയ്ത് 0 എന്നങ്ങ് എടുത്താൽ മതി. അടുത്ത ന്യൂട്രോൺ എവിടെയാണ്? ന്യൂട്രോൺ അറിയാം, ന്യൂക്ലിയസിലാണ്. ന്യൂട്രോണും പ്രോട്ടോണും എവിടെയാണ്? ന്യൂക്ലിയസിൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ചാർജ് എന്താണ്? ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താണ്? ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത കണമാണെന്ത്? ന്യൂട്രോൺ. പേര് തന്നെ ഉണ്ട് ന്യൂട്രോൺ. ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് വെച്ചാൽ എന്താ? ചാർജ് ഇല്ല. പിന്നെന്താണ്? അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 1.00866 യു. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന്. മനസ്സിലായില്ലേ? പ്രാക്ടിക്കൽ യൂസിന് നമ്മൾ ന്യൂട്രോണിൻ്റെ വാല്യൂ എങ്ങനെയാണ് എഴുതുന്നത്? 1 യു. 1 ആയിട്ടാണ് റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത് പ്രോട്ടോൺ പോസിറ്റീവ് എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിൽ. ഇലക്ട്രോൺ നെഗറ്റീവ് എവിടെയാണ് കാണപ്പെടുന്നത്? ഷെൽ അഥവാ ഓർബിറ്റിൽ. ന്യൂട്രോൺ എവിടെ കാണപ്പെടുന്നത്? ന്യൂട്രോണും ന്യൂക്ലിയസിൽ. ചാർജ് എന്താണ്? ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത കണമാണെന്ത്? ന്യൂട്രോൺ. വൺ വേർഡൊക്കെ ആയിട്ട് ചോദിച്ചാലും എഴുതാൻ പറ്റണം. മനസ്സിലായില്ലേ? അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഈ ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണിത്. അപ്പോൾ ഇത് എക്സാമിന് എന്തായാലും വരും, ശ്രദ്ധിച്ചിരിക്കുക. നോക്കിയേ, ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ കേസിൽ അതിലെത്ര പ്രോട്ടോൺ ഉണ്ട് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ആറ്റത്തിനുള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ, ഒരാറ്റത്തിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കാരണം? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ദാറ്റ് ഡിറ്റർമൈൻസ് ദ എലമെൻറ്റ് ടു വിച്ച് ദ ആറ്റം ബിലോങ്സ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ ആറ്റം ഏത് എലമെൻറ്റിലാണെന്ന് പോലും ഡിറ്റർമൈൻ ചെയ്യാൻ, ഏത് എലമെൻ്റ് ആണെന്ന് പോലും നിർണ്ണയിക്കാൻ എത്ര പ്രോട്ടോൺ ഉണ്ടോ അതിന് സാധിക്കും. പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഏത് എലമെൻ്റാണ് ആ ആറ്റം എന്ന് നിർണ്ണയിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. അതിന് മുമ്പേ നോക്കി, ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് ദ ലെറ്റർ ഇസഡ്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരാറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ, എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് കണ്ടാൽ മതി? അതിലെത്ര പ്രോട്ടോൺ ഉണ്ടോ ആ പ്രോട്ടോണിൻ്റെ എണ്ണമായിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ ഒരു എലമെൻ്റ് തന്നിട്ട്, ഒരു ആറ്റം തന്നിട്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അറ്റോമിക് നമ്പർ കാണേണ്ടത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണോ അത്രയും തന്നെ ഇലക്ട്രോണും കാണും ആറ്റത്തിനുള്ളിൽ. അപ്പം അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇസഡ് കൊണ്ട്. ഇസഡ് ഈസ് ഈക്വൽ ടു ഇപ്പോൾ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അറ്റോമിക് നമ്പർ എന്താണെന്ന് പഠിച്ചു. അറ്റോമിക് ഒരു എലമെൻ്റ് തന്നിട്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ കാണാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തെടുത്താൽ മതി? അതിലെത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് നോക്കുക, അത് തന്നെയായിരിക്കും അറ്റോമിക് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇസഡ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. തിരിഞ്ഞു പോകരുത്,
അടുത്ത വരുമ്പം കൺഫ്യൂഷൻ ആവാം. അതുകൊണ്ട് നിങ്ങൾ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എ ആണെന്ന് കരുതും. എ അല്ല, ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ഇസഡ് ആയിട്ടാണ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ. വാട്ട് ആർ ദി പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം? ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ ഏതൊക്കെ പാർട്ടിക്കിൾസ് ഉണ്ട്? നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു, പ്രോട്ടോണും ഉണ്ട് ന്യൂട്രോണും ഉണ്ട്. ഇവ രണ്ടും എവിടെയാണ്? ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലാണ്. അടുത്തതായിട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് ഇറ്റ്സ് മാസ് നമ്പർ. ദിസ് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് ദ ലെറ്റർ ക്യാപിറ്റൽ എ. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ, മാസ് നമ്പർ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെടുത്താൽ മതി? ആ ആറ്റത്തിനുള്ളിലെ പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും കണ്ടാൽ മതി, ആഡ് ചെയ്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺ ആണെന്ത്? മാസ് നമ്പർ. മാസ് നമ്പർ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ക്യാപിറ്റൽ എ വെച്ചിട്ടാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. അറ്റോമിക് നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ക്യാപിറ്റൽ എ എന്ന് എഴുതും. അല്ല, അറ്റോമിക് നമ്പർ ചോദിക്കുമ്പം ക്യാപിറ്റൽ ഇസഡ് ആണ്. മാസ് നമ്പർ ചോദിക്കുമ്പോഴാണ് ക്യാപിറ്റൽ എ. ഇത്ര ഓക്കെ അല്ലേ? അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അറ്റോമിക് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ കണ്ടാൽ മതി, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടാൽ മതി. മാസ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു എലമെൻ്റ് തന്നിട്ട് അതിൻ്റെ മാസ് നമ്പർ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തെടുക്കണം? പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണോടെ കൂട്ടണം. അതാണ് എന്ത്? മാസ് നമ്പർ. അതാണ് ഇവിടെ ഇക്വേഷനായിട്ട് തന്നേക്കുന്നത്. മാസ് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് വെച്ചാൽ എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു. നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും പറയാം, മാസ് നമ്പർ ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഒന്നുമില്ല, ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ചിലപ്പോൾ എക്സാമിന് ഡയറക്റ്റായിട്ട് അറ്റോമിക് നമ്പർ തന്നിട്ട് അതിൻ്റെ മാസ് നമ്പർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂട്രോണിൻ്റെ എണ്ണവും തന്ന് അറ്റോമിക് നമ്പറും തന്നിട്ട് മാസ് നമ്പർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവരുത്. പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണോടല്ലായിരുന്നോ കൂട്ടേണ്ടത്? പ്രോട്ടോണിൻ്റെ എണ്ണം അറിയത്തില്ലല്ലോ എന്ന് കരുതിയിരിക്കരുത്. പ്രോട്ടോണിൻ്റെ എണ്ണം തന്നിട്ടില്ലെങ്കിൽ അവിടെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. അറ്റോമിക് നമ്പർ തന്നെയാണ് എന്ത്? അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ അതിട്ടായാലും ചെയ്യണം. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഈ തന്ന ഇക്വേഷനിൽ തന്നെ, നമ്മൾ പഠിച്ച ഇക്വേഷനിൽ തന്നെ നമുക്ക് ന്യൂട്രോൺസിന് നമ്പർ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നേരത്തെ ആ മാസ് നമ്പറിൻ്റെ ഇക്വേഷൻ എടുത്തിട്ട് അവിടുത്തെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അവിടെ നിർത്തിക്കൊണ്ട് ആ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇപ്പുറത്ത് വരുമ്പം അതെന്തോ ആവും? മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആവും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. മാസ് നമ്പർ മൈനസ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്നും പറയാം. മനസ്സിലായില്ലേ? മാസ് നമ്പർ എയും അറ്റോമിക് നമ്പർ ഇസഡും ആണ്. അപ്പോൾ ന്യൂട്രോണിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് വരും? എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഈക്വൽ ടു എ മൈനസ് ഇസഡ്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായില്ലേ മാസ് നമ്പർ എന്താണ്, അറ്റോമിക് നമ്പർ എന്താണ്? ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ ഈ മാസ് നമ്പർ കണ്ടുപിടിക്കാനും അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാനും അതിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണം, ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനും നമുക്ക് ഇക്വേഷനിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കി. ഇവിടെ പറഞ്ഞേക്കുന്നു, വെൻ വി റെപ്രസെൻറ്റ് ആൻ ആറ്റം യൂസിങ് ഇറ്റ്സ് സിമ്പൽ വി റൈറ്റ് മാസ് നമ്പർ ആൻഡ് അറ്റോമിക് നമ്പർ ഓൺ ദി ടോപ്പ് ലെഫ്റ്റ് ആൻഡ് ദി ബോട്ടം ലെഫ്റ്റ് റെസ്പെക്റ്റീവ്ലി. എന്താണ് പറഞ്ഞേക്കുന്നത്? ഒരാറ്റം, ആ ആറ്റത്തെ സിമ്പലായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കി എക്സാമ്പിൾ പറയുമ്പോൾ ക്ലോറിൻ തന്നിട്ടുണ്ട്, കാൽഷ്യം തന്നിട്ടുണ്ട്. ക്ലോറിൻ നോക്കി, ക്ലോറിൻ്റെ ഇടത് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ താഴെയും മുകളിലും സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ കൊടുത്തേക്കുന്ന നമ്പറാണ്, ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കൊടുത്തേക്കുന്ന നമ്പറാണെന്ത്? അതിൻ്റെ മാസ് നമ്പർ. മാസ് നമ്പർ നേരത്തെ നമ്മൾ പഠിച്ചു. മാസ് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും കൂട്ടുമ്പോഴാണ് മാസ് നമ്പർ കിട്ടുന്നത്. അപ്പം ഒരാറ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പായിട്ടാണ് എന്ത് കൊടുത്തേക്കുന്നത്? മാസ് നമ്പർ കൊടുത്തേക്കുന്നത്. മാസ് നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഏത് അക്ഷരം വെച്ചിട്ടായിരുന്നു? മാസ് നമ്പർ എ ആയിട്ടായിരുന്നു ഡിനോട്ട് ചെയ്യുന്നത്. താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? അതിൻ്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്തായിരുന്നു? പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം. അതാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു? ഇസഡ്. ഇവിടെ ക്ലോറിൻ എടുത്തു. ക്ലോറിൻ്റെ
അവിടെ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് 35 എന്നുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതെന്താണ് അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന എന്താണ് മാസ് നമ്പർ. അപ്പോൾ ക്ലോറിൻ്റെ മാസ് നമ്പറാണ് കൊടുത്തേക്കുന്നത് എത്ര 35. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് 17 എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പറാണ്. മനസ്സിലായില്ലേ? അടുത്ത് കാൽഷ്യം കൊടുത്തിട്ടുണ്ട്. കാൽസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ താഴെ കൊടുത്തേക്കുന്ന 20ഉം മാസ് നമ്പർ മുകളിൽ കൊടുത്തേക്കുന്നത് 40ഉമാണ്. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കണം. എന്നാലേ നമുക്ക് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കി, എന്നിട്ടിവിടെ പ്രോബ്ലം തന്നിട്ടുണ്ട്. ക്ലോറിൻ്റെയും കാൽസ്യത്തിൻ്റെയും പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എണ്ണങ്ങൾ നമ്മൾ കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ക്ലോറിൻ എന്നൊക്കെ പറഞ്ഞ് സിമ്പൽ തരും. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൊടുത്തേക്കും. അറ്റോമിക് നമ്പർ ഏതാണെന്നറിയാത്തവർക്കും മാസ് നമ്പർ ഏതാണെന്നറിയാത്തവർക്കും ചെയ്യാൻ സാധിക്കില്ല. താഴെ കൊടുക്കുന്നതാണ് അറ്റോമിക് നമ്പർ, മുകളിൽ കൊടുക്കുന്നതാണ് മാസ് നമ്പർ. മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് അക്ഷരം എ കൊണ്ടും താഴെ അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത് അക്ഷരം ഇസഡും ആണ്. അത് ഓർത്തിരിക്കുക. ഇവിടെ ക്ലോറിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ താഴെ കൊടുക്കുന്നതാണ് അറ്റോമിക് നമ്പർ. ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ക്ലോറിന് 17 കൊടുത്തേക്കുന്നത്. അപ്പം അറ്റോമിക് നമ്പർ ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, രണ്ടും തുല്യമാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പം പ്രോട്ടോണിൻ്റെ എണ്ണം ഈ ഒരു സിമ്പലിലൂടെ നമുക്ക് കിട്ടി. എത്രയാണ് 17. പ്രോട്ടോൺ 17 ആണെങ്കിൽ കണ്ണും പൂട്ടി എഴുതാം. ഇലക്ട്രോൺ എത്രയായിരിക്കും 17. പ്രോട്ടോണും ഇലക്ട്രോണും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ന്യൂട്രോൺ. എങ്ങനെയായിരുന്നു ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അതെല്ലാവരും നമ്മൾ പഠിച്ച ഇക്വേഷൻ നേരത്തെ. ന്യൂട്രോണിൻ്റെ എണ്ണം കാണാൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ നമുക്കറിയാം, അറ്റോമിക് നമ്പറും നമുക്കറിയാം. ക്ലോറിൻ്റെ മുകളിൽ മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, താഴെ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ കാണാം? 35 മൈനസ് 17 എത്ര കിട്ടും? 18. അതാണ് ക്ലോറിനിലെ ന്യൂട്രോണിൻ്റെ എണ്ണം. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ തനിയെ ചെയ്യാൻ നോക്കണം കൺസെപ്റ്റ് വെച്ച്. എന്നിട്ട് ആൻസർ ശരിയാണെന്ന് നോക്കിയാൽ മതി. തനിയെ ചെയ്ത് അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കരുത്. തനിയെ ചെയ്യുമ്പോഴേ അത് തെറ്റിയാലും ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പിന്നെയും സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. അടുത്തത് കാൽസ്യത്തിന് കൊടുത്തേക്കുന്നു. കാൽസ്യത്തിൻ്റെ മുകളിൽ കൊടുത്തേക്കുന്ന എന്താണ്? മാസ് നമ്പർ. മുകളിൽ എത്ര കൊടുത്തേക്കുന്നത്? 40. അപ്പോൾ മാസ് നമ്പർ 40ഉം താഴെ അറ്റോമിക് നമ്പർ 20ഉമാണ് കൊടുത്തേക്കുന്നത്. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? അപ്പം പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? അത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 20. എന്തുകൊണ്ടാണ്? അറ്റോമിക് നമ്പർ 20ആണ്. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പം വേറെ ഒന്നും നോക്കണ്ട. പ്രോട്ടോണിൻ്റെ എണ്ണം 20. അപ്പോൾ ഇലക്ട്രോൺ എണ്ണം എത്രയായിരിക്കും? പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും 20. അടുത്ത ന്യൂട്രോൺ കാണാൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ ഇവിടെ 40 40ൽ നിന്ന് താഴെ കൊടുത്തേക്കുന്ന അറ്റോമിക് നമ്പർ കുറയ്ക്കുമ്പോൾ 40 മൈനസ് 20 എന്ന് നമുക്ക് കിട്ടും ന്യൂട്രോണിൻ്റെ എണ്ണം. അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? പിന്നെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇതുകൂട്ട് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങളും എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.